അക്കീജിയുടെ സ്ട്രെങ്ത് മിക്ക ആളുകൾക്കും ശരിയായി പവർ സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു വലിയ കാരണമുണ്ട്. ഇതുവരെ അക്കീജി സീരിയസ് ആയി പോരാടുന്നത് നമ്മൾ കണ്ടത് ഒരിക്കൽ മാത്രം, ആച്ചിനോസോയിൽ ഗാർപ്പിനെതിരെ. പക്ഷേ ആ ഫൈറ്റ് പോലും ഇരുവരും ഫുൾ പവർ ഉപയോഗിച്ചില്ലെന്ന തോന്നലാണ് നൽകുന്നത്. കാരണം ആ ബാറ്റിലിന്റെ പ്രധാന ഫോക്കസ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ഐക്കോണിക് ഡാപ്പപ്പ് ഇമ്പാക്ട് തന്നെ. ഫൈറ്റിന്റെ ഭൂരിഭാഗ സമയത്തും അക്കീജി സ്വന്തം ഡെവിൾ ഫ്രൂട്ടിനെ പൂർണ്ണമായി ഉപയോഗിച്ചില്ല. പകരം ഗാർപ്പിനെ പോലെ നേരിട്ട് പഞ്ചസ് എക്സ്ചേഞ്ച് ചെയ്യുകയായിരുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അക്കീജി ഇതിനോടകം തന്നെ ലോഗിയ അവേക്കനിങ് അൺലോക്ക് ചെയ്തിട്ടുണ്ടാകാം. അതിന് ഏറ്റവും വലിയ ക്ലൂ പങ്ക് ഹസാർഡ്. അക്കൈനുവുമായുള്ള ഫൈറ്റ് കഴിഞ്ഞപ്പോൾ പച്ചപ്പാർന്ന ഒരു ദ്വീപ് മുഴുവൻ മഞ്ഞ് മൂടിയ വേസ്റ്റ് ലാൻഡ് ആയി മാറി. അത് അവേക്കനിങ്ങിന്റെ എഫക്ട് ആയിരിക്കാമെന്നാണ് പലരുടെയും തിയറി. അങ്ങനെയാണെങ്കിൽ ആച്ചിനോസോയിൽ അവൻ ആ പവർ മുഴുവൻ ഉപയോഗിക്കാതെ ഇരുന്നതിന് കാരണം മനസ്സിലാകും. ഫുൾ അവേക്കനിങ് അൺലീഷ് ചെയ്തിരുന്നെങ്കിൽ മുഴുവൻ ദ്വീപും നശിച്ചു പോയേനെ. അതുകൊണ്ട് അക്കീജിയുടെ യഥാർത്ഥ ലോഗിയ അവേക്കനിങ് ഇനിയും നമ്മൾ കണ്ടിട്ടില്ല. അത് എത്ര ശക്തമാണ്, മറ്റു ടോപ്പ് ടയേഴ്സിനോട് എങ്ങനെ കമ്പയർ ചെയ്യും, ഇതൊന്നും അറിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ അക്കീജിയെ പവർ സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അപൂർണമായിരിക്കും. തിങ്ക് അബൌട്ട് ദാറ്റ്.